ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ആർക്കനിക്സ്. ദിസ് ഇസ് യുവർ ഫേവറേറ്റ് ആർക്കെ. അപ്പൊ ഇന്ന് നമ്മൾ സൗണ്ട് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട 6 ഇക്വേഷൻസും അതിന്റെ ഓരോ എക്സാമ്പിൾസ്, ഓരോ ഇക്വേഷനും കറസ്പോണ്ടിങ് ഓരോ എക്സാമ്പിൾസും ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഈ 6 ഇക്വേഷൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഈ 6 എക്സാമ്പിൾസ് നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ ഇക്വേഷൻ ആയിട്ട് നോക്കിയാലോ. ആദ്യത്തെ ഇക്വേഷൻ നോക്കിയേ, ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ ആണ്. ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈക്കിൾസ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യനില് ടോട്ടൽ ടൈം അതുപോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് സൈക്കിൾസ്, ഇപ്പൊ ലെറ്റ്സ് ഒരു 20 ഓസിലേഷൻ നടന്നു എന്ന് വരുന്നത്. അപ്പൊ 20 സൈക്കിൾ ആണുള്ളത്. 20 സൈക്കിൾ എടുക്കാൻ 20 സെക്കൻഡ് സമയം എടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സിംപ്ലി എന്ത് ചെയ്താൽ മതി? ടി ഡിവൈഡഡ് ബൈ എൻ ചെയ്താൽ മതി. ടി എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ടൈം 20 സെക്കൻഡ്. എൻ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഓസിലേഷൻ. എത്രയാണ്? 20 ആണ്. സോ 20/20 ചെയ്താൽ നമുക്ക് ടൈം പീരീഡ് കിട്ടും. ക്ലിയർ ആണോ? അതാണ് ആദ്യത്തെ ഇക്വേഷൻ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ആൻ ഒബ്ജക്ട് കംപ്ലീറ്റ്സ് 240 വൈബ്രേഷൻസ്. വൈബ്രേഷൻസ് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? ഓസിലേഷൻസ് തന്നെയാണ്. അപ്പൊ 240 വൈബ്രേഷൻസ് എത്ര സമയം കൊണ്ടാ? 12 സെക്കൻഡ് കൊണ്ടാ അല്ലെ? അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് കാണാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ടൈം പീരീഡ് കാണാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എങ്ങനെയാ മക്കളെ നമ്മൾ കാണാ? നമുക്കറിയാം ടൈം പീരീഡ് ടി ഇസ് ഈക്വൽ ടു എന്ത് വരും? ടൈം പീരീഡ് ടി ഇസ് ഈക്വൽ ടു ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈക്കിൾസ് ആണ് അല്ലെ? ടോട്ടൽ ടൈം എത്രയാ മക്കളെ? ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 12 സെക്കൻഡ് ആണ്. സോ 12 ഡിവൈഡഡ് ബൈ 240 എന്ന് വരും. ഓക്കെ, 12 ഡിവൈഡഡ് ബൈ 240 എന്ന് വരും. ഡിവൈഡ് ചെയ്ത് നോക്കാട്ടോ മക്കളെ, ഡിവൈഡ് ചെയ്ത് നോക്കുക. സോ 0.05 സെക്കൻഡ് ആണ് ആൻസർ വരിക. സിമ്പിൾ ആണ്. ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് തറവായി. ടോട്ടൽ നമ്പർ ഓഫ് ഓസിലേഷനും ടോട്ടൽ ടൈമും തന്ന ടൈം പീരീഡ് കാണാൻ T/N. Small letter T/N, where small letter T is the total time and N is the number of oscillation. അടുത്ത ഇക്വേഷൻ നോക്കി, ഫ്രീക്വൻസി കാണാൻ ടൈം പീരീഡിന്റെ നേരെ തിരിച്ചിട്ടാ മതി ഫ്രീക്വൻസി കാണാൻ. ഓക്കെ, N/T ചെയ്താൽ മതി. അപ്പൊ ഇവിടെ നോക്കിയേ, സിമ്പിൾ പെൻഡുലം പെർഫോം 45 ഓസിലേഷൻസ്. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് സൈക്കിൾ, ടോട്ടൽ നമ്പർ ഓഫ് ഓസിലേഷൻ എത്രയാ? 45. എത്ര സമയം കൊണ്ടാ? 15 സെക്കൻഡ് കൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി കാണാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ? എങ്ങനെയാ കാണാ? ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്? എഫ് ഇസ് ഈക്വൽ ടു N/T ആണ് അല്ലെ? N എത്രയാ? 45 ആണ് അല്ലെ? 45 ഡിവൈഡഡ് ബൈ 15 അല്ലെ? 45/15 എന്ത് വരും? 3 ഹെർട്സ് എന്ന് വരും അല്ലെ? 3 ഹെർട്സ് എന്ന് വരും. അപ്പൊ നമുക്ക് 2 ഇക്വേഷനും പഠിഞ്ഞു, 2 എക്സാമ്പിളും പഠിഞ്ഞു അല്ലെ? ടൈം പീരീഡ് ചോദിച്ചാൽ T/N, ഫ്രീക്വൻസി ചോദിച്ചാൽ നേരെ തിരിച്ചിടാം. എന്താണ്? N/T. യെസ്. അപ്പൊ 2 ഇക്വേഷനും 2 പ്രോബ്ലവും നമ്മൾ ആൾറെഡി സോൾവ് ചെയ്തു. മൂന്നാമത്തെ ഇക്വേഷൻ നോക്കി, ഒരു വേവിന്റെ സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് V is equal to F lambda ആണ്. ഓക്കെ, V is equal to F lambda ആണ്. V എന്ന് പറയുന്നത് വെലോസിറ്റി, F എന്ന് പറഞ്ഞ ഫ്രീക്വൻസി, ലാംഡ എന്ന് പറഞ്ഞ വേവ് ലെങ്ത്. ഓക്കെ, അപ്പൊ V is equal to ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വേവിന്റെ സ്പീഡ് കിട്ടും. അപ്പൊ ഒരു എക്സാമ്പിൾ നോക്കിയാലോ. എ റേഡിയോ വേവ് ഹാസ് എ ഫ്രീക്വൻസി ഓഫ് 150 കിലോ ഹെർട്സ്. ഓക്കെ, 150 കിലോ ഹെർട്സ് and a wavelength of 2 kilometer. Find its speed. സ്പീഡ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത് മക്കളെ. കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാ? സിംപ്ലി 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സിംപ്ലി കിലോ എന്ന് പറയുന്നതിനെ സാധാ ഹേർട്സിലേക്ക് മാറ്റാൻ ഫ്രീക്വൻസിയുടെ SI യൂണിറ്റ് എന്താ? ഹേർട്സ് ആണ് അല്ലെ? അപ്പൊ നമുക്ക് ആ പ്രോബ്ലം ഒന്ന് ചെയ്തു നോക്കാം. ഓക്കെ, ഫ്രീക്വൻസി എത്രയാ? 150 കിലോ ഹെർട്സ് ആണ് അല്ലെ? നമുക്ക് എന്തിലാ വേണ്ടേ? ഹെർട്സിലല്ലേ വേണ്ടേ? കിലോ ഹെർട്സിലാണോ വേണ്ടേ? അല്ല, ഹെർട്സിലാണ് വേണ്ടത്. സോ എന്ത് ചെയ്താൽ മതി? 150 ഇൻറ്റു 1000 ചെയ്യാം. ഓക്കെ, അപ്പൊ 15 കഴിഞ്ഞിട്ട് 1 2 3 4 0.
ഓക്കെ, സോ ഇത്രയും ഹേർട്സ് എന്ന് വരും. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, ഫ്രീക്വൻസി നമുക്ക് കിട്ടി. വേവ് ലെങ്ത് എത്രയാ? 2 കിലോമീറ്റർ അല്ലെ? വേവ് ലെങ്ത് നമുക്ക് 2 കിലോമീറ്റർ ആണ് തന്നിട്ടുള്ളത്. ലാംഡ ഈസ് ഈക്വൽ ടു 2 കിലോമീറ്റർ എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അതിനെ നമ്മൾ എന്ത് ചെയ്യണം? 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 2 into 1000 വിച്ച് ഈസ് ഈക്വൽ ടു 2000 മീറ്റർ എന്ന് കിട്ടി. ഇനി വെലോസിറ്റി കാണാൻ എന്താ പണി? ഒരു പണിയില്ല, എന്ത് ചെയ്താൽ മതി? 151234 into 2 123 അല്ലെ? 15 into 2 എന്ത് വരും? 30 വരും. ഇനി എത്ര പൂജ്യം ഉണ്ട്? ഇവിടെ 4 ഉണ്ട്, ഇവിടെ 3 ഉണ്ട് അല്ലെ? അപ്പൊ 7 പൂജ്യം 1 2 3 4 5 6 7. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇത്രയും മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഓക്കെ, മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ക്ലിയർ ആണോ? ഇത്ര പണിയുള്ളൂ. അപ്പൊ കിലോ എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ എന്ത് ചെയ്യാ? അതിനെ 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, കിലോ എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ അതിനെ 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇത്രയും ആണെന്ത്? നമ്മുടെ സ്പീഡ്. ഓക്കെ, ആ വേവിന്റെ സ്പീഡ് എത്രയാ കിട്ടിയേ? ഇത്രയും. ഓക്കെ, എത്ര പൂജ്യം ഉണ്ട് നോക്കിയേ? 1 2 3 4 5 6 7 8. ആക്ച്വലി ഇതിനെ നമുക്ക് ഉണ്ടല്ലോ 3 into 10 to the power 8 എന്ന് എഴുതാം അല്ലെ? 3 കഴിഞ്ഞ് 8 പൂജ്യം. അപ്പൊ 8 പൂജ്യം വലിച്ചു വാരി എഴുതുന്നതിന് വരെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയും റെപ്രസെന്റ് ചെയ്യാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാല്യൂ കൂടിയാണ് കേട്ടോ. ഒരു പ്രധാനപ്പെട്ട വാല്യൂ ആണ്. ഇതാണെന്ത്? സ്പീഡ് ഓഫ് ലൈറ്റ്. ഇത് നമ്മൾ എന്ത് ചെയ്യും? പഠിക്കും. ഓക്കെ, സൗണ്ട് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടില്ല. വരുന്ന ചാപ്റ്ററുകളിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു വാല്യൂവിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പൊ 3 ഇക്വേഷനും 3 പ്രോബ്ലവും സെറ്റ് ആയില്ലേ? ഇനി നോക്കിയ മക്കളെ, അടുത്തതാണ് പീരീഡും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ. നമുക്ക് ഫ്രീക്വൻസി ആണ് തന്നിട്ടുള്ളത്. ഫ്രീക്വൻസി തന്നിട്ട് ടൈം പീരീഡ് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? അതിന്റെ നേരെ ഉൾട്ടടിച്ചാൽ മതി, റെസിപ്രോക്കൽ എടുത്താൽ മതി അല്ലെ? സോ ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 1/f ആണ്. ഇവിടെ നോക്കി ഒരു ക്വസ്റ്റ്യൻ നോക്കി. An AC power line oscillates at a frequency of 50 Hz. ഓക്കെ, ഫ്രീക്വൻസി ആണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ AC പവർ ലൈനിന്റെ ടൈം പീരീഡ് എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, ടൈം പീരീഡ് എത്രയാണെന്നാണ് ചോദ്യം. എങ്ങനെയാ നമ്മൾ കാണുക? സോ 4ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, കുറച്ച് ചെറുതാക്കി എഴുതാം അല്ലെ? 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ, ഫ്രീക്വൻസി തന്നിട്ടുണ്ട് അല്ലെ? ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. എന്താണ് കാണേണ്ടത്? ടൈം പീരീഡ് ആണ് കാണേണ്ടത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 1/ഫ്രീക്വൻസി അല്ലേ? സോ 1/50 ഹേർട്സ്. ഓക്കെ, 1/50 ഹേർട്സ്. 1/50 എന്ന് പറയുന്നത് 0.02 ആണ്. ടൈം പീരീഡിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. ഓക്കെ, ടൈം പീരീഡിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. ക്ലിയർ ആണല്ലോ? സോ 1/f is equal to 1/50 എന്ന് കിട്ടി, വിച്ച് ഇസ് ഈക്വൽ ടു 0.02 സെക്കൻഡ്. സിമ്പിൾ അല്ലേ മക്കളെ? 5ാമത്തെ പ്രധാനപ്പെട്ട ഇക്വേഷൻ. ഓക്കെ, 5ാമത്തെ പ്രധാനപ്പെട്ട ഇക്വേഷൻ. ടൈം പീരീഡ് ആണ് തന്നിട്ടുള്ളത്. ഫ്രീക്വൻസി കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? പിന്നെയും തിരിച്ചിടാം. ടൈം പീരീഡിനെ തിരിച്ചിട്ടാ ഫ്രീക്വൻസി കിട്ടി, ഫ്രീക്വൻസിയെ തിരിച്ചിട്ടാ ടൈം പീരീഡ് കിട്ടി. അത്ര വഴിയുള്ളൂ. എളുപ്പല്ലേ? സിമ്പിൾ ആണ് അല്ലെ? അപ്പൊ ഫ്രീക്വൻസി കിട്ടണമെങ്കിൽ ടൈം പീരീഡിനെ തിരിച്ചിടാം, ടൈം പീരീഡ് കിട്ടണമെങ്കിൽ ഫ്രീക്വൻസിയെ തിരിച്ചിടാം. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. എ ട്യൂണിംഗ് ഫോർക്ക് ഹാസ് എ വൈബ്രേഷൻ ടൈം പീരീഡ് ഓഫ് 0.002 സെക്കൻഡ്. കാൽക്കുലേറ്റ് ഇറ്റ്സ് ഫ്രീക്വൻസി. ഓക്കെ, കാൽക്കുലേറ്റ് ഇറ്റ്സ് ഫ്രീക്വൻസി. അപ്പൊ 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, എന്താ പറഞ്ഞിട്ടുള്ളത്? 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഫ്രീക്വൻസി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 ടൈം പീരീഡ് ആണ്. സോ 1 ഡിവൈഡഡ് ബൈ 0.00. എത്ര സീറോ ഉണ്ടായിരുന്നു? 0.002 അല്ലെ? 0.002. ഓക്കെ, 0.002. ഓക്കെ, അപ്പൊ എന്ത് വരും? ദാറ്റ് വിൽ ബി ഈക്വൽ ടു, എന്ത് ചെയ്യുക? ഡെസിമൽ പോയിന്റ് കളയാൻ വേണ്ടിയിട്ട് ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, ഇവിടെ ഇൻറ്റു 100 ചെയ്യുക. സോ നമുക്ക് എന്ത് കിട്ടും? 100 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും അല്ലെ? 100 പോരാ, 3 ഡെസിമൽ പോയിന്റ് ഇല്ലേ? സോ 1000 ചെയ്യുക. സോ 1000 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 500 ഹേർട്സ് എന്ന് കിട്ടി. ഓക്കെ, 500 ഹേർട്സ് എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ട ഭാഗമാണ് എക്കോ സ്പീഡ്. ഓക്കെ, എക്കോ ആയിട്ട് ബന്ധപ്പെട്ട എക്കോയിൽ നിന്ന്
സ്പീഡ് ഓഫ് സൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, എക്കോയിൽ നിന്ന് സ്പീഡ് ഓഫ് സൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പൊ ഇവിടെ നോക്കിയ മക്കളെ, ഇപ്പൊ ലെറ്റ്സ് സേ ഇവിടെ ഒരാളുണ്ട്, ഇവിടെ ഒരു വാളുണ്ട് എന്ന് കരുതാം. അപ്പൊ ഇയാൾ ഉണ്ടാക്കുന്ന ഒച്ച ഇങ്ങനെ ട്രാവൽ ചെയ്ത് ആ വാളിൽ തട്ടി തിരിച്ചെന്ത് ചെയ്യും, ഇയാളുടെ അടുത്തേക്ക് തന്നെ എത്തും അല്ലെ. അപ്പോ ലെറ്റ്സ് ഇവിടെ മുതൽ ഈ വാള് വരെ, അതായത് അയാൾ നിൽക്കുന്ന മുതൽ വാള് വരെ 1 കിലോമീറ്റർ ആണ് ദൂരം എന്നുണ്ടെങ്കിൽ സൗണ്ട് ശരിക്കും എത്ര കിലോമീറ്റർ സഞ്ചരിക്കുന്നുണ്ട്? അയാളിൽ നിന്ന് വാളിലേക്കും പോകണം, വാളിൽ നിന്ന് തിരിച്ച് അയാളിലേക്കും പോകണം. മൊത്തം 2 കിലോമീറ്റർ സഞ്ചരിക്കുന്നുണ്ട് അല്ലെ, മൊത്തം 2 കിലോമീറ്റർ സഞ്ചരിക്കുന്നുണ്ട്. അപ്പൊ 2 കിലോമീറ്റർ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് സ്പീഡ് എടുക്കുന്ന സമയത്ത് ഡിസ്റ്റൻസ് വെറും d എന്ന് എടുക്കാൻ പറ്റില്ല. എന്തെടുക്കണം? 2d എന്ന് എടുക്കണം. ഓക്കെ, അതായത് അങ്ങോട്ടേക്ക് ഒരു d ഡിസ്റ്റൻസ് പോകുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് ഒരു d ഡിസ്റ്റൻസ് പോകുന്നുണ്ട്. അപ്പൊ മൊത്തം 2d ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നുണ്ട്. എത്ര സമയം കൊണ്ട്? t സമയം കൊണ്ട്. അപ്പൊ സ്പീഡ് കാണാൻ ഡിസ്റ്റൻസ് ബൈ ടൈം, ടോട്ടൽ ഡിസ്റ്റൻസ് 2d ആണ്, ഡിവൈഡഡ് ബൈ ടൈം എന്ത് കിട്ടും? സ്പീഡ് കിട്ടും അല്ലെ. സോ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? An observer stand 680 meter from a wall and claps. ഓക്കെ, ഒരു വാളിൽ നിന്ന് 680 മീറ്റർ അകലെ ഒരാൾ നിൽക്കുന്നുണ്ട്. ഇഫ് ദ എക്കോ ഈസ് ഹേർഡ് 4 seconds later. അപ്പൊ അതിന്റെ എക്കോ കേൾക്കുന്നത് 4 സെക്കൻഡ് കഴിഞ്ഞിട്ടാ. എക്കോ കേൾക്കപ്പോഴാ സൗണ്ട് പോയി ആ വാളിൽ തട്ടി തിരിച്ച് അയാളിലേക്ക് എത്തുമ്പോഴാണ് അയാൾ എക്കോ കേൾക്കുക അല്ലെ. ഞാനിങ്ങനെ കൈയടിച്ചു കഴിഞ്ഞാൽ അതിന് എക്കോ കേൾക്കണം എന്നുണ്ടെങ്കിൽ ആ സൗണ്ട് പോയി ചുമരിൽ തട്ടി തിരിച്ചു വരണം അല്ലെ. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഓഫ് സൗണ്ട് കാണാനാണ്. എങ്ങനെ കാണാം? സ്പീഡ് ഓഫ് സൗണ്ട് v is equal to 2d divided by t അല്ലെ. സോ 2 into ഡിസ്റ്റൻസ് എത്രയാ? 680 മീറ്റർ ആണ് അല്ലെ. സോ 2 into 680 divided by 4 വരും അല്ലെ. സോ 2നെയും 4നെയും കട്ട് ചെയ്യാം. സോ 680 ഡിവൈഡഡ് ബൈ 2 എന്ത് വരും? 340 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. ക്ലിയർ അല്ലേ? 340 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. അപ്പൊ ഈ ഒരു 6 ഇക്വേഷൻസും ഈ ഒരു 6 പ്രോബ്ലവും നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ മക്കളെ, ഉറപ്പായിട്ടും ഈ സൗണ്ട് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഏത് പ്രോബ്ലം വന്നാലും നിങ്ങളെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഈ ഒരു ടൈപ്പ്, ഈ ഒരു ഫോർമാറ്റിലുള്ള പ്രോബ്ലം തന്നെയാണ് എന്തായാലും ചോദിക്കുക. ഓക്കെ, അപ്പൊ ക്ലിയർ ആണ്, സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ this is me, your favorite HR signing off. Ta-da, bye bye.